ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് സെബി ഗൈഡ് ലൈൻസ് ഫോർ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷന് വേണ്ടി സെബി നടപ്പിലാക്കിയുള്ള പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസുകളാണ്. എ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഹാവ് ബീൻ ടേക്കൺ ടു എൻഷുർ ദ ഇൻവെസ്റ്റേഴ്സ് ആർ എനേബിൾഡ് ടു മേക്ക് informed choices and decisions and achieve fair deals in their financial dealings. Some of them are: first one, electronic data filing and retrieval system were made operational in July 2002. ജൂലൈ 2002 മുതൽ ഇലക്ട്രോണിക് ഡാറ്റ ഫയലിങ്ങും അതുപോലെ തന്നെ റിട്രീവൽ സിസ്റ്റം EDIFAR എന്ന് പറയും. ഇലക്ട്രോണിക് ഡാറ്റ ഫയലിംഗ് ആൻഡ് റിട്രീവൽ സിസ്റ്റം എന്നുള്ളത് 2002 മുതൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇത് പ്രകാരം ദിസ് ഈസ് എൻ ഓട്ടോമേറ്റഡ് വെബ് ബേസ്ഡ് സിസ്റ്റം ഫോർ ഫയലിംഗ്, റിട്രീവൽ ആൻഡ് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു കോർപ്പറേറ്റുകളെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്യുകയും ഫയൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓട്ടോമേറ്റഡ് വെബ് ബേസ്ഡ് സിസ്റ്റമാണ് ഇലക്ട്രോണിക് ഡാറ്റ ഫയലിംഗ് ആൻഡ് റിട്രീവൽ സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ബെഞ്ച് മാർക്കിംഗ് ഹാസ് ബീൻ മെയ്ഡ് കമ്പൾസറി ഫോർ ഡെപ്റ്റ് ഓറിയൻറ്റഡ് ആൻഡ് ബാലൻസ്ഡ് ഫണ്ട് ഫോർ പ്രൊവൈഡിംഗ് ഒബ്ജക്റ്റീവ് അനാലിസിസ് ഓഫ് ദ പെർഫോമൻസ് ഓഫ് മ്യൂച്വൽ ഫണ്ട് സ്കീംസ്. മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ പെർഫോമൻസ് അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാലൻസ്ഡ് ഫണ്ടുകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കീം ഡെവലപ്പ് ചെയ്തു. ഇതിൻ്റെ പേരാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് കോഡ് ഓഫ് കണ്ടക്ട് ഫോർ മ്യൂച്വൽ ഫണ്ട് ഇൻ്റർമീഡിയറീസ് ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ്. മ്യൂച്വൽ ഫണ്ട് ഇൻ്റർമീഡിയറീസിൻ്റെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തത് എ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ മ്യൂച്വൽ ഫണ്ട് ഇൻ്റർമീഡിയറീസ് ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ്. നാലാമത്തത് ഗൈഡ് ലൈൻസ് ഫോർ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസ് ഇഷ്യൂഡ്. റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഗൈഡ് ലൈനുകൾ ഇഷ്യൂ ചെയ്തിരുന്നു. ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ഫോർ ദ മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഓർഡർ ടു എലിമിനേറ്റ് ഓർ മിനിമൈസ് ദ റിസ്ക് ഇൻ ഓപ്പറേഷൻസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓപ്പറേഷൻസിൽ വരുന്ന റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈഡ് ലൈൻസ് ഫോർ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസ് ഇഷ്യൂഡ്. റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള സിസ്റ്റത്തിൻ്റെ ഗൈഡ് ലൈനുകൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നു. അഞ്ചാമത്തത് ഗൈഡ് ലൈൻസ് ഹാവ് ബീൻ ഇഷ്യൂഡ് ഫോർ ദ വാല്യുവേഷൻ ഓഫ് അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ബൈ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടുകളുടെ അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയറുകൾ വാല്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈനുകൾ. ആറാമത്തത് പ്രൊവിഷൻ ഓഫ് നോമിനേഷൻ ഫോർ ദ യൂണിറ്റ് ഹോൾഡേഴ്സ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. യൂണിറ്റ് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ഓഫ് നോമിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഏഴാമത്തത് മ്യൂച്വൽ ഫണ്ട് ഹാവ് ബീൻ അഡ്വൈസ്ഡ് ടു ഫോളോ എ യൂണിഫോം മെത്തേഡ് ടു കാൽക്കുലേറ്റ് ദ സെയിൽ ആൻഡ് റീപർച്ചേസ് പ്രൈസ്. സെയിൽ പ്രൈസും അതുപോലെ തന്നെ റീപർച്ചേസ് പ്രൈസും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ടുകൾക്ക് യൂണിഫോം മെത്തേഡുകൾ അഡ്വൈസ് ചെയ്തിരിക്കുക. സെബി പ്രൊഹിബിറ്റഡ് റിബേറ്റിംഗ് ആൻഡ് ഡിസ്കൗണ്ടിങ് ബൈ ദ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾ ഡിസ്കൗണ്ടിങ് ചെയ്യുന്നതിനും റിബേറ്റ് ചെയ്യുന്നതിനും സെബി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദസ് എൻഷുറിങ് ദാറ്റ് ആൾ ഇൻവെസ്റ്റേഴ്സ് ഗെറ്റ് ഫെയർ ട്രീറ്റ്മെൻറ്റ്. അതിലൂടെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഫെയർ ട്രീറ്റ്മെൻറ്റ് എൻഷുർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സെബി പ്രൊഹിബിറ്റഡ് റിബേറ്റിംഗ് ആൻഡ് ഡിസ്കൗണ്ടിങ് ബൈ ദ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടുകളുടെ ഡിസ്കൗണ്ടിങ്ങും റിബേറ്റിങ്ങിനെയും പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു. ഗൈഡ് ലൈൻസ് വെർ ഇഷ്യൂഡ് ടു മ്യൂച്വൽ ഫണ്ട് ഫോർ എക്സസൈസിങ് ഡ്യൂ ഡിലിജൻസ് വൈൽ മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ്. അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയറുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് ഡ്യൂ ഡിലിജൻസ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി മ്യൂച്വൽ ഫണ്ടുകൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നു. എ ഡീറ്റെയിൽഡ് സ്റ്റഡി വാസ് കണ്ടക്റ്റഡ് ഓൺ യൂണിറ്റ് ഹോൾഡിംഗ് പാറ്റേൺ ഇൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ഫോർ ദ ഫസ്റ്റ് ടൈം. മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ ഹോൾഡിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി കണ്ടക്ട് ചെയ്തിരിക്കുക. Depository charges for investors were rationalized. Depository participants have been directed that no account closure charges shall be imposed on the closure of any beneficial owner account by any depository participant. Quarterly secretarial audit has been made mandatory for listed entities to reconcile the issue capital and electronic shares. ഇലക്ട്രോണിക് ഷെയറുകളും ക്യാപിറ്റലും റീകൺസൈൽ ചെയ്യുന്നതിനായിട്ട് ഒരു സെക്രട്ടേറിയൽ ഓഡിറ്റ് നടപ്പിലാക്കണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട മറ്റ് ചില മെഷേഴ്സായിട്ട് പറഞ്ഞിരിക്കുന്നത്. നാലാമത് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ. സെബി ഹാസ് ഇഷ്യൂഡ് എ ഫ്യൂ ഇൻവെസ്റ്റേഴ്സ് ഗൈഡ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പബ്ലിഷ്ഡ് ബുക്സ് ടു എഡ്യൂക്കേറ്റ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗൈഡൻസുകളും അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റുകളും പബ്ലിഷ്ഡ് ബുക്കുകളും സെബി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇറ്റ് പബ്ലിഷ്ഡ് എ ബുക്ക് നെയ്മഡ് ഇൻവെസ്റ്റേഴ്സ് ഗ്രീവൻസ് റൈറ്റ്സ് ആൻഡ് റെമഡീസ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഗ്രീവൻസുകൾ അതുപോലെ തന്നെ റൈറ്റ്സ് ആൻഡ് റെമഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് സെബി ഇറക്കിയിട്ടുണ്ട്. ഇറ്റ് ഹാസ് ഇഷ്യൂഡ് ആൻ അഡ്വർടൈസ്മെൻറ്റ് കോഡ് ഫോർ ദ ഇഷ്യൂസ് ടു എൻഷുർ ദാറ്റ് ദ അഡ്വർടൈസ്മെൻറ്റ്സ് ഗിവൻ ആർ ട്രൂ ആൻഡ് ഫെയർ ആൻഡ് വിച്ച് ഡു നോട്ട് കണ്ടെയ്ൻ എനി മിസ്ലീഡിംഗ് ഫാക്ട് വിച്ച് വിൽ വിറ്റിയേറ്റ് ദ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷന് വിരുദ്ധമായിട്ടുള്ള മിസ്ലീഡിംഗ് ഫാക്ടുകളൊന്നും അഡ്വർടൈസ്മെൻറ്റുകളിൽ ഇല്ല എന്നും ട്രൂ ആൻഡ് ഫെയർ മെത്തേഡുകൾ മാത്രമാണ് അഡ്വർടൈസ്മെൻറ്റിന് ഫോളോ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. Quick reference. The booklet named A Quick Reference Guide for Investors is published by SEBI. SEBI to provide basic information to help investors. ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിനുള്ള ബേസിക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
ക്യുക്ക് റെഫറൻസ് ഗൈഡ് ടു ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്ലെറ്റ് നെയിം ചെയ്തിട്ടുണ്ട്. ദിസ് റെഫറൻസ് ഗൈഡ് പ്രൊവൈഡ്സ് അവയർനെസ് ടു ഇൻവെസ്റ്റേഴ്സ് അബൌട്ട് ദ ഫോളോയിങ്. ഈ റെഫറൻസ് ഗൈഡുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്? ദ റൈറ്റ്സ് ദാറ്റ് ആൻ ഇൻവെസ്റ്റർ ഷുഡ് ഹാവ് ആസ് എ സ്റ്റേക്ക് ഹോൾഡർ ഇൻ എ കമ്പനി. ഒരു കമ്പനിയിലെ സ്റ്റേക്ക് ഹോൾഡർ എന്ന നിലയ്ക്ക് ഇൻവെസ്റ്റർക്കുള്ള റൈറ്റുകൾ. ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഇൻവെസ്റ്റർ, ഇൻവെസ്റ്ററുടെ റെസ്പോൺസിബിലിറ്റീസ്. ദ റിസ്ക് ദാറ്റ് ദ ഇൻവെസ്റ്റർ ഹാസ് ടു ബി അസ്യൂംഡ്, ഇൻവെസ്റ്റർ അസ്യൂം ചെയ്യുന്ന റിസ്ക്കുകൾ. ദ പ്രൊസീജിയേഴ്സ് റിലേറ്റിംഗ് ടു ട്രേഡിംഗ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ്, സെക്യൂരിറ്റീസിൻ്റെ ട്രേഡിങ്ങും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയറുകൾ. റെമഡീസ് ഫോർ പ്രോബ്ലംസ് ദാറ്റ് ദ ഇൻവെസ്റ്റർ മേ എൻകൗണ്ടർ ഇൻ ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്, സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റർ എൻകൗണ്ടർ ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ റെമഡീസ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി ആറാമത് പറയുന്നത് ഗ്രീവൻസസ്. ദ മർച്ചൻറ്റ് ബാങ്കേഴ്സ് ഷുഡ് ഗിവ് ഹൈ പ്രയോറിറ്റി ടു ഇൻവെസ്റ്റർ ഗ്രീവൻസസ്. മർച്ചൻറ്റ് ബാങ്കേഴ്സ് ഇൻവെസ്റ്റർ ഗ്രീവൻസസിന് ഉയർന്ന പ്രയോറിറ്റി നൽകുന്നവരാണ്. ദേ ഷുഡ് ടേക്ക് ആൾ പ്രിവൻറ്റീവ് സ്റ്റെപ്സ് ടു മിനിമൈസ് ദ നമ്പർ ഓഫ് കംപ്ലയിൻറ്റ്സ്, നമ്പർ ഓഫ് കംപ്ലയിൻറ്റുകൾ മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പ്രിവൻറ്റീവ് സ്റ്റെപ്പുകളും അവർ എടുത്തിരിക്കുന്നുണ്ട്. പ്രോപ്പർ ഗ്രീവൻസ് മോണിറ്ററിംഗ് ആൻഡ് റിഡ്രസൽ സിസ്റ്റം ഇൻ കോർഡിനേഷൻ വിത്ത് ദ ഇഷ്യൂവേഴ്സ് ആൻഡ് ദ രജിസ്ട്രാർസ് ടു ഇഷ്യൂ ഷാൾ ബി സെറ്റപ്പ് ബൈ ദ ലീഡ് മർച്ചൻറ്റ് ബാങ്കർ. രജിസ്ട്രാറും അതുപോലെ തന്നെ ഇഷ്യൂവറും തമ്മിലുള്ള പ്രോപ്പർ ഗ്രീവൻസ് മോണിറ്ററിംഗ് ആൻഡ് റിഡ്രസൽ സിസ്റ്റം എന്നുള്ളത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ലീഡ് മർച്ചൻറ്റ് ബാങ്കറാണ്. ദ മർച്ചൻറ്റ് ബാങ്കർ ഷുഡ് ആക്റ്റീവ്ലി ഇൻവോൾവ് വിത്ത് ദ പോസ്റ്റ് ഇഷ്യൂ റീഫണ്ട് ആൻഡ് അലോട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ്. അതോടൊപ്പം തന്നെ പോസ്റ്റ് ഇഷ്യൂ റീഫണ്ട് ആൻഡ് അലോട്ട്മെൻറ്റ് ആക്ടിവിറ്റിയിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന മർച്ചൻറ്റ് ബാങ്കേഴ്സിനെ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഏഴാമത് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ഇൻഫർമേഷൻ സെൻറ്റർ. ഇൻവെസ്റ്റർ ഇൻഫർമേഷൻ സെൻറ്റേഴ്സ് ഹാവ് ബീൻ സെറ്റപ്പ് ഇൻ എവറി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏതൊരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇൻവെസ്റ്റർക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സെൻറ്ററുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വിൽ ടേക്ക് അപ്പ് ദ കംപ്ലയൻസ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് റിലേറ്റഡ് ടു ദ സെക്യൂരിറ്റീസ് ട്രേഡഡ് ഓർ ലിസ്റ്റഡ് വിത്ത് ദ കൺസേൺഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കൺസേൺഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്തതോ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള സെക്യൂരിറ്റികളുടെ സംബന്ധിച്ചുള്ള കംപ്ലയിൻറ്റുകൾ ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ട്. ഇറ്റ് വിൽ ആൾസോ ടേക്ക് അപ്പ് ആൾ അതർ കംപ്ലയിൻസ് റിഗാർഡിംഗ് ദ ട്രേഡ്സ് അഫക്റ്റഡ് ഇൻ ദ എക്സ്ചേഞ്ച് ആൻഡ് ദ റെലവൻറ്റ് നമ്പർ ഓഫ് ദ എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലയിൻറ്റുകൾ ടേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റെലവൻറ്റ് മെമ്പർ ഓഫ് ദ എക്സ്ചേഞ്ചിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റേഴ്സ് ഇൻഫർമേഷൻ സെൻറ്റർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എട്ടാമത്തേത് പ്രൊഹിബിഷൻ ഓഫ് ഫ്രോഡുലൻറ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. സെബി ഹാസ് നോട്ടിഫൈഡ് റെഗുലേഷൻസ് ഓൺ പ്രൊഹിബിഷൻ ഓഫ് ഫ്രോഡുലൻറ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് റിലേറ്റിംഗ് ടു ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് പ്രൊഹിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫ്രോഡുലൻറ്റ് പ്രാക്ടീസസ് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെബിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദ റെഗുലേഷൻ ഇമ്പോസ്ഡ് പ്രൊഹിബിഷൻ എഗെയിൻസ്റ്റ് മാർക്കറ്റ് മാനിപ്പുലേഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊഹിബിഷൻ, മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ഇൻഡ്യൂസ് സെയിൽ ഓർ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസിൻ്റെ പർച്ചേസ് ഓഫ് സെയിൽസിനെ ഇൻഡ്യൂസ് ചെയ്തതിനുള്ള മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ, അതുപോലെ തന്നെ അൺഫെയർ പ്രാക്ടീസസ് റിലേറ്റിംഗ് ടു സെക്യൂരിറ്റീസ്, ഇതിനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻസ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്. സെബി ഹാസ് ദ പവേഴ്സ് ഓഫ് സിവിൽ കോർട്ട്. SEBI has the powers of the civil court in respect of discovery and production of books, documents, records, accounts, summoning and enforcing attendance of company person and examining them under oath. SEBI can levy fines for violations related to failure to submit information to SEBI, to enter into agreement with the clients to redress investor grievances, violations by mutual fund, stock brokers and violations relating to insider trading, takeovers, etc. അതുപോലെ തന്നെ ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ബുക്സുകൾ, ഡോക്യുമെൻറ്റുകൾ, റെക്കോർഡുകൾ, അക്കൗണ്ട്സുകൾ ഇതെല്ലാം ഡിസ്കവർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അറ്റൻഡൻസ് ഓഫ് കമ്പനി അതുപോലെ തന്നെ എക്സാമിൻ ചെയ്യുന്നതിനുള്ള എല്ലാവിധ അധികാരവും സെബിക്കുണ്ട്. സെബി ക്യാൻ ലെവി ഫൈൻസ് ഫോർ വയലേഷൻസ് റിലേറ്റഡ് ടു ഫെയിലിയർ ടു സബ്മിറ്റ് ഇൻഫർമേഷൻ ടു സെബി. സെബിക്ക് കൊടുക്കാനുള്ള ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിൽ വയലേഷൻ വരുത്തിയാൽ സെബിക്ക് എന്ത് ചെയ്യാം? ഫൈൻ ലെവി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്ലയൻറ്റുമായിട്ട് എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ റിഡ്രസ് ഇൻവെസ്റ്റർ ഗ്രീവൻസസ്, ഇൻവെസ്റ്ററുടെ ഗ്രീവൻസുകൾ റിഡ്രസ് ചെയ്യുക. മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്ക് ബ്രോക്കേഴ്സ് നടപ്പിലാക്കുന്ന വയലേഷൻസിനെ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഇൻസൈഡർ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള മാറ്ററുകളെ തടയുക എന്നുള്ളതും സെബിയുടെ ഒരു ലക്ഷ്യമാണ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്താണ് നമ്മൾ പറഞ്ഞു. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദ സെയിൽ ഓർ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ പേഴ്സൺസ് ഹൂ പോസസ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എബൌട്ട് ദ കമ്പനി. കമ്പനിയെ സംബന്ധിച്ചുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ
കമ്പനിയെ സംബന്ധിച്ച പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഫിഡൂഷ്യറി കപ്പാസിറ്റിയുള്ള ആളുകളെ കോൺഫിഡൻസോ ട്രസ്റ്റോ മുഖാന്തരം അവരെന്ത് ചെയ്യുന്നത് അവരുടെ കമ്പനിയെ സംബന്ധിച്ച വിലപ്പെട്ട ഇൻഫർമേഷൻ മറ്റൊരു പാർട്ടിക്ക് പണത്തിന് വേണ്ടി കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ സെയിൽ ഓർ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ പേഴ്സൺസ് ഹൂ പൊസസ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എബൌട്ട് ദ കമ്പനി. കമ്പനിയെ സംബന്ധിച്ചുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ പൊസസ് ചെയ്യുന്ന പേഴ്സൺസ് ഓൺ അക്കൗണ്ട് ഓഫ് ദെയർ ഫിഡൂഷ്യറി കപ്പാസിറ്റി ഇൻവോൾവിംഗ് കോൺഫിഡൻസ് ഓർ ട്രസ്റ്റ്. അവരുടെ കോൺഫിഡൻസിൻ്റെയോ ട്രസ്റ്റിൻ്റെയോ ഭാഗമായിട്ട് ഫിഡൂഷ്യറി കപ്പാസിറ്റിയുടെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്ന പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സ്റ്റോക്ക് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? When an investor applies for securities, he is required to remit application money. ഇൻവെസ്റ്റർ സെക്യൂരിറ്റികൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലിക്കേഷൻ മണി റെമിറ്റ് ചെയ്യണം. ദ അലോട്ട്മെൻറ്റ് ഫോർമാലിറ്റീസ് വിൽ ഓർഡിനറിലി ടേക്ക് 70 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ക്ലോഷർ ഓഫ് ദ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ്. സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് ക്ലോഷർ ചെയ്തിട്ടുള്ള 70 ദിവസത്തിനുള്ളിൽ അലോട്ട്മെൻറ്റ് ഫോർമാലിറ്റീസ് ഓർഡിനറി ടേക്ക് ചെയ്യും. ഇൻവെസ്റ്റർ മേ റിസീവ് അപ്ലിക്കേഷൻ മണി ബാക്ക് ഇഫ് അലോട്ട്മെൻറ്റ് ഈസ് മെയ്ഡ് പാർഷ്യലി ഓർ നോ അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റ് പാർഷ്യലി മെയ്ഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ഇല്ലാതെ വരുന്ന സമയത്തോ ഇൻവെസ്റ്റർ അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യും. ഇറ്റ് വിൽ കോസ് എ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ടു ദ ഇൻവെസ്റ്റർ ഫോർ ദ എമൗണ്ട് ലോക്ക്ഡ് അപ്പ് വിത്ത് ദ കമ്പനി. ഇറ്റ് മീൻസ് ദാറ്റ് കമ്പനി ക്യാൻ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് keeping the cash float in the meantime. To prevent such undesirable practices, SEBI introduced stock vest scheme in March 1992. ഇത്തരത്തിലുള്ള അൺഡിസൈറബിൾ പ്രാക്ടീസസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി 1992 സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് സ്റ്റോക്ക് വെസ്റ്റ് സ്കീം എന്ന് പറയുന്നത്. ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അറ്റ് ദ ബിഹെസ്റ്റ് ഓഫ് ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഡിസൈൻഡ് ദ സ്കീം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുമായി ചേർന്നിട്ട് ഈ സ്കീം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള മെഷറുകൾ എന്ന് പറയുന്നത്. ഇൻവെസ്റ്ററുടെ പ്രൊട്ടക്ഷന് വേണ്ടി സെബി നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട മെഷറുകൾ എന്ന് പറയുന്നത് ന്യൂ ഇഷ്യൂസ്, ഡയറക്ഷൻസ്, അതുപോലെ തന്നെ അതർ ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ, ക്വിക്ക് റെഫറൻസ്, ഗ്രീവൻസസ്, ഇൻവെസ്റ്റേഴ്സ് ഇൻഫർമേഷൻ സെൻറ്റർ, പ്രൊഹിബിഷൻ ഓഫ് ഫ്രോഡുലൻ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, ഇൻസ്പെക്ഷൻസ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്, ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് സ്റ്റോക്സ് ഇൻവെസ്റ്റ് എന്ന് പറയുന്നതാണ്. ഇത്രയും ഭാഗങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ വീഡിയോ എല്ലാവരും ത്രൂ ഔട്ട് കാണുക. സെബി എന്നുള്ള ഭാഗം അങ്ങനെ കഴിഞ്ഞു. എല്ലാവരും ഈ സെബി എന്നുള്ള ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.